ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഡേ 3 ഓഫ് ഹാവ്ലോക്ക് ആണ് കേട്ടോ. ഹാവ്ലോക്ക് ഐലൻഡിൽ പോയിട്ടുള്ള മൂന്നാമത്തെ ദിവസം. അന്ന് നമ്മൾ പോയത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കാലാപത്തർ ബീച്ചിലേക്കാണ്. നേരത്തെ കണ്ടതുപോലെ കേട്ടോ. സൺറൈസിന് വേണ്ടി കുറേ നേരത്തെ നമ്മൾ പോയിരുന്നു. ഒരു ഇരുട്ടുള്ളപ്പോൾ തന്നെ പോയിരുന്നു, എന്നാലല്ലേ സൺറൈസ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ കുറച്ച് സമയം ഈ അകന്ന് വരുന്ന മേഘങ്ങളില്ലേ, അതിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ എവിടുന്നാണ് വരുന്നതെന്ന് കാണാനേ പറ്റുന്നില്ല. എന്നാലും ഇങ്ങനെ മൂടി നിൽക്കുമായിരുന്നു ഫുള്ള്. പക്ഷെ അതിൻ്റെ പുറകിൽ സൂര്യൻ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. സൺറൈസ് കാണാനല്ലേ നമ്മൾ പോയത്, ആ ഒരു ചുവന്ന സൂര്യനെ. പക്ഷേ നമ്മൾ കുറേ നേരം കാത്തിരുന്നു. മേഘങ്ങളെല്ലാം പോയി. കുറേ ആൾക്കാർ, നമ്മളാണ് കേട്ടോ ആ ബീച്ചിൽ ഫസ്റ്റിലെത്തുന്നത്. അതിനുശേഷം ആൾക്കാരെല്ലാവരും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് അവരുടെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേക്ക് സൂര്യൻ മെല്ലെ ഇങ്ങ് വന്നു കേട്ടോ. അപ്പോൾ കാലാപത്തർ ബീച്ചാണ് നമുക്ക് നമ്മുടെ ഹാവ്ലോക്ക് ബോട്ട് ജെട്ടിയിൽ നിന്ന് ഏറ്റവും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തേക്കായിട്ട് ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. നല്ലൊരു വ്യൂ ആണ്, നല്ല ക്ലിയർ സ്കൈ കിട്ടും, നല്ലൊരു ബീച്ച് കിട്ടും, നല്ല വ്യൂ പോയിന്റും ഫോട്ടോയ്ക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇവിടെയാണ് കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ നോക്കേണ്ടത്. കാരണം ഈ പാറക്കല്ലുകൾക്കിടയിലില്ലേ കാലൊക്കെ കുടുങ്ങാനും കാല് മുറിയാനും സ്ലിപ്പാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇതിനകത്തെല്ലാം ഓരോ ജീവികൾ കയറിയിട്ട് ഇരിക്കുകയാണ്. ഫുൾ നമ്മുടെ ഓരോരോ ഡിസൈനിലുള്ള ഓരോ ജീവികൾക്കും ഓരോ രൂപങ്ങളും ഒക്കെയാണ്. എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഞാനും ശമ്പുട്ടനും അതിൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. പ്രജി കുറേ വീഡിയോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ കുറേ നേരത്തേക്ക് നമ്മൾ സൺറൈസ് നന്നായിട്ട് ആസ്വദിച്ചു. ആ ഒരു ഫ്രഷ് ബ്രീസ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുമ്പോൾ വല്ലാത്തൊരു എനർജി കിട്ടും. നല്ല ഉറക്കമൊന്നും വരില്ല. പിന്നെ നമുക്ക് അന്ന് തോന്നും എല്ലാ ദിവസവും ഇനി ഒരു 4 മണിക്ക് എണീക്കണം എന്ന്. കണ്ടോ, നമ്മുടെ വെള്ളം കുറച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് വെള്ളം കുറച്ച് ഉള്ളിലേക്ക് വലിയും. അപ്പോഴത്തേക്ക് ഈ ജീവികളൊക്കെ വെള്ളത്തിൻ്റെ കൂടെ അങ്ങോട്ടങ്ങ് പോകും. ഇപ്പം ഇവിടെയൊക്കെ വെള്ളം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ജീവികളൊക്കെ ഇവിടെ നിൽക്കുന്നത്. എന്താണ് ജീവി എന്ന് എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാത്തിനും പല പല ഡിസൈനും പല പല രൂപങ്ങളും ഒക്കെയാണ്. പിന്നെ ഇവിടുത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കാലാപത്തർ, അതായത് കറുത്ത കല്ല് എന്നാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ലിറ്ററൽ മീനിങ് വരുന്നതെങ്കിൽ പോലും ഇത് ശരിക്കും കല്ലുകൾ അല്ല കേട്ടോ. കല്ലുകളുണ്ട്, പക്ഷെ കൂടുതലും കല്ലുകളല്ല, നമ്മുടെ കോറൽസാണ്. ഡെഡ് കോറൽസും അതേപോലെ ലൈം സ്റ്റോൺസും ഒക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കാല് പോയാൽ നന്നായിട്ട് മുറിയും, നീറും, ഭയങ്കര വഴുക്കലാണ്, എല്ലായിടത്തും ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പം ഞങ്ങൾ നേരം വെളുക്കുന്നിടം വരെ അവിടെ നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രജി ഒരു ചായയൊക്കെ കൊണ്ടു തന്നു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഈ സൺറൈസിൻ്റെ കൂടെ ചായ കുടിക്കുക, അതൊരു നല്ല ഫീലിംഗ് ആണല്ലോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് അവിടെ എൻജോയ് ചെയ്തു. ശമ്പൂട്ടനാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതിൻ്റെ ഒരു മുഷിപ്പൊന്നും ഇല്ലായിരുന്നു. അവൻ നന്നായിട്ട് ആക്റ്റീവായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. പക്ഷേ നമുക്കിവിടെ നമ്മുടെ ലൈവ് ഫോട്ടോസ് എടുത്തു തരാൻ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള അവർ പോസസൊക്കെ പറഞ്ഞു തരും. നമ്മളിങ്ങനെ പോസസ് ചെയ്യുക, അവർ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ തരും. ഇത്ര സെറ്റ് ഓഫ് ഫോട്ടോയ്ക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് ഇവിടെ. പിന്നെ കടലാണല്ലോ പ്രധാനമായിട്ട്, കടൽ കാണാനാണല്ലോ നമ്മൾ വന്നത്. എല്ലായിടത്തും ഒരേ കടലാണെങ്കിലും എല്ലാ കടലിനും വേറെ രൂപങ്ങളാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ്. കാറ്റ് കൊണ്ട് ഇതിങ്ങനെ നമ്മൾ മുഖത്തേക്ക് വീഴാൻ വേണ്ടി ഇട്ടതാണെങ്കിലും കാറ്റ് കൊണ്ടൊന്നും വീഴുന്നില്ല. ശമ്പൂട്ടൻ എനിക്ക് ഓരോ പോസസ് പറഞ്ഞു തരികയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാനിനി അതുപോലെ നിൽക്കണം, എന്നിട്ട് അവൻ ഫോട്ടോ എടുക്കണം. ഇതാണ് കേട്ടോ അവൻ്റെ ഒരു ഉദ്ദേശം. അവൻ പറയുന്നത് പോലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. കാരണം ഈ ഒരു ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി ശമ്പൂട്ടിന് വേണ്ടി വെച്ചേക്കുന്നതാണ്, കുറച്ച് നമ്മൾക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നൊക്കെ തുടങ്ങി. ഇതിപ്പോൾ സന്ധ്യ ആവുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല കേട്ടോ, ഇത് രാവിലെ ആവുന്നതാണ്. രാവിലെ ആവുന്നതേ ഉള്ളൂ. ആ ഒരു മേഘം നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഡിമ്മാവും, കുറച്ച് കഴിയുമ്പോൾ ബ്രൈറ്റ് ആവും, അങ്ങനെയാണ്.
അങ്ങനെ നമ്മളവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ചായയൊക്കെ മേടിച്ച് കുടിച്ചു. ശമ്പൂട്ടിനൊപ്പം ഒന്നും കുടിക്കാൻ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് അവന് ഫ്രൂട്ടിയും ലേസും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ മേടിക്കാൻ വേണ്ടി പോയി. ഞാൻ അവിടെ നിന്ന് റിലാക്സ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ച് പോരുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ സൺറൈസ് അല്ലേ കണ്ടത്, പക്ഷേ ഈ വഴി തന്നെയാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ കുറച്ച് ഇരുട്ടായതുകൊണ്ട് ഇവിടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടിയ കുറച്ച് കടലുമായിട്ട് ബന്ധപ്പെട്ട ക്രാഫ്റ്റുകളും ഓർണമെൻറ്റ്സും ഡെക്കോർ പീസസും ആക്സസറീസും ഒക്കെ കിട്ടും കേട്ടോ. ഈ ടൂറിനൊക്കെ പോകുന്നവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പോയ എല്ലാ സ്ഥലത്തെയും ഒരു ചെറിയ മെമ്മറി എന്നുള്ള രീതിയിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പേപ്പർ വെയ്റ്റും അല്ലെങ്കിൽ കീ ചെയിൻസ്, ഓർണമെൻറ്റ്സ് ഒക്കെ. അപ്പം നമ്മളെവിടെ പോയാലും കളക്ട് ചെയ്യുന്നത് ഫ്രിഡ്ജ് മാഗ്നറ്റ് തന്നെയാണ്. അതാവുമ്പം നമുക്ക് ഒരേ ഒരു സ്ഥലത്ത് എല്ലാം എടുത്ത് വെച്ചാൽ നമുക്കൊരു മെമ്മറി ആണല്ലോ. മാലയും വളയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പോവില്ലേ. ഇതാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ ഒരിടത്ത് സൂക്ഷിച്ച് വെക്കുമല്ലോ. അപ്പോൾ നമ്മളതാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ വലിയ സാധനങ്ങളൊന്നും ഇവിടുന്ന് മേടിക്കാറില്ല കേട്ടോ. കാരണം അധികം ഓർണമെൻറ്റ്സും അല്ലെങ്കിൽ ആക്സസറീസും അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാഗ് ഐറ്റംസൊന്നും ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതൊക്കെ മേടിച്ച് വെച്ചാലും അലമാരയിൽ വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാവുമ്പം നമുക്കൊരു മെമ്മറി ആണല്ലോ. അപ്പം ഇവിടെ അതല്ലാതെ കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ജറാവാസ് ഉണ്ട്. ഈ ജറാവാസിനെയൊക്കെ എവിടെ പോയാലും നമുക്ക് കിട്ടും. ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കാണുന്നില്ലേ, അതാണ്. പിന്നെ വലിയ വലിയ ഷെൽസും അങ്ങനെ ഡെക്കോർ ചെയ്ത് വെക്കുന്നതും അവിടുത്തെ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. കോസ്റ്റ് കമ്പാരിറ്റീവ്ലി നമുക്കറിയാമല്ലോ, ടൂറിസ്റ്റ് സ്പോട്ടുകളിലെല്ലാം കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ പല സ്ഥലത്തും പല റേറ്റാണ്. അപ്പം നമ്മൾ എല്ലായിടത്തും ഒരിക്കൽ മാത്രമേ പോകുന്നുള്ളെങ്കിൽ അടുത്ത സ്ഥലത്ത് നിന്ന് മേടിക്കാം എന്ന് പ്രതീക്ഷിച്ചൊന്നും മാറ്റി വെക്കാൻ പാടില്ല. ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് ഇതിലും വില കൂടുതലായിരിക്കും. അങ്ങനെ അതുപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സ്റ്റോൾസൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഇപ്പോഴും ലൈറ്റ് ഓൺ ആയിരിക്കും. ഇതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് ആ ഒരു ഇരുട്ടുള്ള സമയത്ത് എടുത്തതാണ് കേട്ടോ. അല്ല, വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കുന്നേ ഉള്ളൂ. കാരണം സൺറൈസ് രാവിലെ ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചുറ്റുപാടും കുറച്ച് ഇരുട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കർട്ടൻസിലെ ബീഡ്സിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ടൂറിസ്റ്റുകളും എവിടെ പോയാലും മേടിക്കുന്ന ഹാറ്റ്സ്, പിന്നെ ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെയൊക്കെ അങ്ങനെ ഒരു രൂപങ്ങളൊക്കെ. അങ്ങനെ ഇവർ പറയുന്നത് ഇവർ തന്നെ ഇവിടുന്ന് ഷെൽസൊക്കെ എടുത്ത് ക്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്നാണ്. പക്ഷെ പലതും പാക്ഡ് ആയിട്ട് വരുന്നതാണ് പല സ്ഥലത്തൊന്നും. എന്നിരുന്നാലും നമുക്കിതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇത്രയും കടകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വളരെ കുറച്ചൊരു ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഏർലി മോർണിംഗ് തന്നെ ഇവിടെ വന്നതുകൊണ്ട് ഈ ഒരു ദിവസം മൊത്തം നമുക്കിന്ന് ഫ്രീ ആണ്. സോ നമുക്ക് അടുത്ത പ്ലാൻ എന്താണെന്ന് പിന്നെ നോക്കാം. എല്ലാം കൂടെ ഒരേ വീഡിയോയിൽ കുത്തി നിറച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കാലാപത്രനെ കുറിച്ച് മാത്രം അറിയാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ടാലോ, അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും കാണാം. അതിനു മുമ്പേ നമ്മുടെ ശമ്പൂട്ടൻ പറഞ്ഞ പോസുകൾ വെച്ച് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ എടുത്തതാണ്, എന്നിരുന്നാലും കൊള്ളാമെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് ഇവിടെ ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 3rd ഡേ ഓഫ് ഹാവ്ലോക്ക് ഐലൻഡ് അല്ലെങ്കിൽ സ്വരാജ് ദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത്, കാലാപത്തർ. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട്, നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഫുഡുകൾ കാണിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊന്നും ഇവിടുന്ന് കാണിച്ചിട്ടില്ല. പക്ഷേ കൂടുതലും ഫുഡ് നമ്മൾ നിന്ന് അതേ റിസോർട്ടിൽ തന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ അവർക്ക് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാം. അങ്ങനെയായിരുന്നു. പിന്നെ പുറത്തുപോയി കഴിച്ച ദിവസത്തെയൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ അങ്ങനെ ആഡ് ചെയ്ത് പോവാം. ബീച്ചാണല്ലോ ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ അതാണല്ലോ കാണേണ്ടത്, അതിനെക്കുറിച്ചാണല്ലോ കൂടുതൽ പറയേണ്ടത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കുത്തി നിറച്ചിടാത്തത്. എന്തായാലും ഈ ഒരു സീരീസ് കഴിയുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങാം എന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ നടക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്ക് തന്നെയാണ്. കാരണം നമുക്ക് ഇനി ഒന്ന് ഫ്രഷ് ആവാനുണ്ട്. കാരണം വെളുപ്പിന് വന്നതല്ലേ, ഒരു 5:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു. അപ്പം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരുടെയെങ്കിലും അടുത്ത് ഈ വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്